കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം കർത്താവായ ദൈവം അവന് നൽകും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മകളെ, നീ സമാധാനമായിരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മേ, എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് എൻ്റെ സന്തോഷം പങ്കുവയ്ക്കട്ടെ. ദൈവത്തിന് സ്തുതി. നീ ഉടനെ തന്നെ അവിടെ ചെന്ന് അവളെ പരിചരിക്കുക. എൻ്റെ അന്വേഷണം എലിസബത്തിനെ അറിയിക്കുക. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവൻ്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നത് ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മറിയം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നീ ഭാഗ്യവതിയാണ്. പക്ഷേ ഇളയമ്മ എങ്ങനെ ഇതറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഈ സന്തോഷ വാർത്ത അറിഞ്ഞതിൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്? അമ്മ എവിടെ? ഇതറിഞ്ഞതിൽ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നും മലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ഇതാ അമ്മ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനിനി കുറച്ചു നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ പരിചരിക്കാനോ? ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? ഇളയമേ പരിചരിക്കാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. മഹാരാജാവായ ഔഗസ്റ്റോ സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും തങ്ങളുടെ സ്വന്തം ദേശത്ത് പോയി പേർ ചേർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ബെത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായി നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടേണ്ടത് രാജകൽപ്പനയാണ്. അതനുസരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. രാജകൽപ്പനയാണ്, അതെനിക്കറിയാം. പക്ഷേ ശിശുവിൻ്റെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം.
എന്തിനാകും ഇത്ര അടിയന്തരമായി ഹേരോദ രാജാവ് നമ്മോട് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് രാജാവിനെ മുഖം കാണിക്കാനാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഹേരോദ രാജാവ് നീണാൻ വാഴട്ടെ, ഹേരോദ രാജാവ് നീണാൻ വാഴട്ടെ, ഹേരോദ രാജാവ് നീണാൻ വാഴട്ടെ. അഗസ്ത്യർ സീസറുടെ കൽപ്പന പ്രകാരം എല്ലാം മുറ പോലെ നടക്കുന്നുണ്ടല്ലോ. അതേ പ്രഭോ, കൽപ്പന പ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ 3 ജ്ഞാനികൾ പുറത്തു കാത്തു നിൽക്കുന്നു. അവരോട് കടന്നു വരാൻ പറയൂ. ഉത്തരവ് പോലെ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. കൽപ്പന പോലെ. ഹേരോദ രാജാവിന് പ്രണാമം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മൂവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്നവരാണ്. യഹൂദ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനുമാണ് വന്നത്. പുതിയ രാജാവോ? ഞങ്ങളുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ല. യഹൂദ ദേശത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് പറയുന്നത്? ജനനം സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് വെളിപ്പാടുണ്ടായി. ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്കുദിക്കിൽ ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രമാണ് ഞങ്ങളെ ഈ ദേശത്തേക്ക് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെയൊരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാലും. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുവിൻ. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെയും ആ വിവരം അറിയിക്കുവിൻ. നമുക്കും പോയി അവനെ ആരാധിക്കാം. ഉത്തരവ് പോലെ. ആരവിടെ? പ്രഭു, സേനാനായകനോട് എന്നെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. ഉത്തരവ് പോലെ. ഹേരോദ രാജാവിന് പ്രണാമം. നമ്മുടെ ദേശത്ത് ഏതോ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് 3 ജ്ഞാനികൾ നമ്മെ വന്നറിയിച്ചു. അവരെ പിന്തുടരുക. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്നറിഞ്ഞാൽ തൽക്ഷണം ആ ശിശുവിനെ വധിക്കുക. ഉത്തരവ് പോലെ മഹാരാജൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകൻ. ദേവനാദം കേട്ടു ആമോദരാ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു